ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജയം ജോലി. രണ്ട് സിനിമകളെ കുറിച്ച് മാത്രമാണ് പറയാനുള്ളത്. ഒന്ന് ഓഫ് കോഴ്സ് നമ്മുടെ എമ്പുരാൻ. എമ്പുരാനെ കുറിച്ച് കുറച്ച് കാലങ്ങളായിട്ട് ഓൾമോസ്റ്റ് ഒരു ആഴ്ചയിൽ കൂടുതലായിട്ട് വാർത്തകളൊന്നും വരാതിരുന്നപ്പോൾ ഇത് എവിടെ പോയി, ഇത് എമ്പുരാൻ മരിച്ചോ എന്ന് തുടങ്ങിയുള്ള ചോദ്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കുറെ കാര്യങ്ങളൊക്കെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്ഡേറ്റുകൾ ഇല്ല എന്ന് പറഞ്ഞ ശേഷം അപ്ഡേറ്റുകൾ ചാകര പോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ആദ്യത്തെ സിനിമയെ കുറിച്ച് പറഞ്ഞിട്ട് വരാം. അതായത് കാട്ടാളൻ എന്ന് പറഞ്ഞ സിനിമ. കാട്ടാളൻ എന്ന് പറയുന്നത് ക്യൂബ്സ് എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ഷെരീഫ് മുഹമ്മദ് എന്ന് പറയുന്ന പ്രൊഡ്യൂസറുടെ രണ്ടാം ചിത്രം മാത്രമാണ്. പക്ഷെ വലിയൊരു പ്രൊഡക്ഷൻ ഹൗസ് വലിയൊരു സിനിമ അനൗൺസ് ചെയ്യുന്ന പോലെ ഭയങ്കരമായിട്ടുള്ള വരവേൽപ്പ് കിട്ടിയിട്ടുള്ള സിനിമയാണ് കാട്ടാളൻ. ബിക്കോസ് ഓഫ് മാർക്കോ അത്ര വലിയ ഹിറ്റ് ആയിരുന്നു. ഒരു എ സർട്ടിഫിക്കറ്റ് ഉള്ള ചിത്രം ഇത്ര കോടി കളക്ഷൻ നേടുന്നൊക്കെ ഭയങ്കര വാർത്തയായിരുന്നു. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നെന്നൊക്കെ പറഞ്ഞ പോലെ ഉണ്ണിമൂന്തൻ മാത്രമല്ല, ആ സിനിമ ഇറ്റ്സെൽഫ് ഭയങ്കരമായിട്ട് ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ മാർക്കോയുടെ ശേഷം പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ടാം ചിത്രം എന്ന് പറയുമ്പോൾ വയലൻസിന് ഭയങ്കര സാധ്യത ഉണ്ടാവുന്ന രീതിയിൽ വാർത്തകൾ വരികയും കാട്ടാളൻ എന്ന് പറഞ്ഞ സിനിമ അത്തരത്തിൽ വയലൻസ് പ്രതീക്ഷിക്കാവുന്ന സിനിമയാണെന്ന് വലിയ ഹൈപ്പ് കിട്ടുകയും, എന്നാൽ സിനിമ ഇറങ്ങിയതിനു ശേഷം ഈ 2K കിട്ടിയിട്ടുള്ള ചില വിളയാട്ടങ്ങൾ കാരണം സമൂഹത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഈ സാമൂഹിക പ്രതിബദ്ധത മാനിച്ചുകൊണ്ട് ഈ ചിത്രത്തിൽ നിന്നും വയലൻസ് രംഗങ്ങൾ മാക്സിമം തുറച്ചു നീക്കുമെന്ന രീതിയിൽ, എന്നാൽ ആ സിനിമ ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തുകയുള്ളൂ രീതിയിലൊക്കെ ഞാൻ ഇപ്പോഴേ ഓൾറെഡി ഇതിന്റെ എഴുത്തുകാരനും മറ്റ് സംവിധാനമൊക്കെ നിർദ്ദേശങ്ങൾ നൽകി എന്നൊക്കെ ഷെരീഫ് മുഹമ്മദ് പറയുകയും കുറെ ആളുകൾ അത് കേട്ട് ഡെസ്പ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സിനിമ എന്ത് ചെയ്തടേ എന്നുള്ള രീതിയിൽ. അപ്പൊ എന്തായാലും ഇപ്പോൾ ഇതിന്റെ സംവിധായകൻ പറയുന്ന അങ്ങനെ വയലൻസ് രംഗങ്ങളെല്ലാം എടുത്തു നീക്കാൻ കഴിയുന്നതല്ല. കാരണം ആ ചിത്രം ആവശ്യപ്പെടുന്ന ചില സീൻസ് ഉണ്ട്, വയലൻസ് സീനുകളുണ്ട്. അത് നമുക്കൊരു കാരണവശാലും മാറ്റാൻ കഴിയില്ല. എന്നാൽ വെറുതെ വയലൻസ് കുത്തിയിരിക്കുന്ന പരിപാടി ഉണ്ടാവില്ല. സിനിമക്ക് ആവശ്യമായ കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി, എന്നാൽ ഈ വയലൻസ് രംഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രമേ സിനിമ പുറത്തു വരുള്ളൂ എന്നാണ് സംവിധായകൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ എന്തായാലും അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത്. കാരണം സിനിമ എന്ത് ചെയ്തു എന്നുള്ളതാണ് വീണ്ടും ചോദിക്കാനുള്ളത്. കാരണം അതൊക്കെ മാറണമെങ്കിൽ ഈ 2K കിട്ടല്ല, ഇനിയിപ്പോൾ 90s ആണെങ്കിലും 80s ആണെങ്കിലും ആര് കാണിക്കണ അഹങ്കാരമാണെങ്കിലും ഈ കൊള്ളരുതായ്മയാണെങ്കിലും മാറണമെങ്കിൽ അതിന് സമൂഹം തീരുമാനിക്കണം, ഇവിടെയുള്ള മറ്റ് വിൽപ്പനക്കാർ തീരുമാനിക്കണം, ഇവിടുത്തെ ഗവൺമെന്റ് തീരുമാനിക്കണം. അല്ലാതെ സിനിമ കൊണ്ടൊന്നും കാര്യമില്ല. അത് അവിടെ നിൽക്കട്ടെ. ഇനി വേറെ എമ്പുരാനിലേക്ക് വരികയാണെങ്കിൽ 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഇപ്പൊ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് 27-ാം തീയതി, മാർച്ച് 27-ാം തീയതി എന്നുള്ള ഡേറ്റ് മാറ്റി ഏപ്രിലിലേക്ക് സിനിമ ചേക്കേറും എന്നുള്ളത്. കാരണം ഡേറ്റ് മാറാനുള്ള കാരണം എന്താണ്? ഓവർസീസിന്റെ ഇഷ്യൂ, OTT ഇഷ്യൂ, ആരും പറഞ്ഞ് സ്വീകരിക്കുന്നില്ല തുടങ്ങി പല രീതിയിലുള്ള നിഗൂഢങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന വാർത്തകളാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് വന്നിട്ടുള്ള വാർത്ത എന്താണെന്ന് വെച്ചാൽ ആരും പേടിക്കേണ്ടതില്ല, സിനിമ കറക്റ്റ് മാർച്ച് 27-ന് റിലീസിന് എത്തും എന്നാണ്. ഓവർസീസ് മറ്റു കാര്യങ്ങളിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. ചില വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇത്രയും വലിയ സിനിമയല്ലേ, 100-150 കോടിയോളം ബജറ്റ് വരുന്ന, എക്സാക്ട് ഇത്രയെന്ന് പറഞ്ഞൊരു കണക്ക് വന്നിട്ടില്ലെങ്കിലും ഏകദേശം അത്ര വരുന്ന ഒരു സിനിമ അവർ ഒരുപാട് വലിയ രീതിയിൽ പാൻ ഇന്ത്യൻ രീതിയിൽ റീച്ച് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന സിനിമ. അപ്പോൾ ഓവർസീസിലും ഇതിന്റെ പൈസ ചോദിക്കുന്നതിലൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും, ക്ലിയർ ആവണ്ടേ. അതിന്റെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ അതിന് ഏകദേശം ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്. OTT അവകാശങ്ങളിലും ക്ലാരിറ്റി വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഇന്ത്യൻ സിനിമകളുടെ മൊത്തത്തിൽ വിതരണം ഏറ്റെടുക്കുന്ന ഒരു കളർ ട്രൈ ആണ്, എന്തോ ഒരു എന്റർടൈൻമെന്റ്, എനിക്ക് കറക്റ്റ് പേര് ഓർമ്മയില്ല. അവരടക്കം ഇതിനെക്കുറിച്ചുള്ള സൂചനകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ നിലവിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് മാത്രമല്ല, കറക്റ്റ് 27-ാം തീയതി തന്നെ ചിത്രം റിലീസ് ചെയ്യും എന്നാണ് കേൾക്കുന്നത്. പിന്നെ പറയാനുള്ളത് ഇതിന്റെ ട്രെയിലർ എപ്പോ വരും ചോദിക്കുന്നുണ്ടായിരുന്നു. ഒഫീഷ്യൽ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ലെങ്കിലും ഈ വരുന്ന 15-ാം തീയതി എമ്പുരാന്റെ ട്രെയിലർ പ്രതീക്ഷിക്കാം എന്ന രീതിയിലും ഒരു വാർത്തകൾ കേൾക്കുന്നുണ്ട്. നിങ്ങളും ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും. കാരണം വലിയ രീതിയിൽ അത് ചർച്ചയാകുന്നു. ഓഫ്കോഴ്സ് ഇതിന്റെ ട്രെയിലർ പിന്നീട് ഇതിൽ വരുന്നൊരു ജസ്റ്റ് റൂമർ വന്നാൽ തന്നെ അത് വലിയ രീതിയിൽ ഹൈപ്പ് കിട്ടുന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ല. അങ്ങനെ എന്തായാലും മാർച്ച് 15-ാം തീയതിയാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇതല്ലാതെ എല്ലാവരും പറയുന്ന സംഭവമുണ്ട്, ലിയോ സിനിമയുടെ റെക്കോർഡ് ഫസ്റ്റ് ഡേ കളക്ഷൻ തീർക്കാൻ പോവാണ് എമ്പുരാൻ എന്ന രീതിയിൽ. എമ്പുരാൻ ഭയങ്കര സംഭവമാണ്. പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്, അതിനെക്കുറിച്ച് പറയാൻ ആളുകൾ പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ്. അപ്പൊ എനിക്ക് പക്ഷെ തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, അത് സത്യം പറഞ്ഞാൽ വിജയ്ക്കൊരു ഗത്തല്ലേ എന്നുള്ളതാണ്. കാരണം ലിയോ എന്ന് പറയുന്നൊരു അന്യഭാഷ അല്ലെങ്കിൽ തമിഴ്നാട് നിന്നൊരു ചിത്രം, മലയാള സിനിമയല്ല. അങ്ങനെ തന്നെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാമല്ലോ. അങ്ങനെ ഒരു ചിത്രം പുറത്തുനിന്ന് വന്നിട്ട് ഇവിടെ ഭയങ്കര റെക്കോർഡ് കിട്ടും, അതിനെ പൊട്ടിക്കാൻ ഒരു മലയാള സിനിമ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് ആ സിനിമക്കാണ് ഗത്ത്. അത് യാതൊരു ഡൗട്ടും വേണ്ട. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും വിജയ് എന്ന് പറയുന്നത് ഒരു വൻ സ്റ്റാർ ആണ്. അദ്ദേഹത്തിനുള്ള ഫാൻ ബേസ് അത്ര വലുതാണ്. അതിനെ പൊട്ടിക്കണമെങ്കിൽ ലാലേട്ടന്റെ ഇത്തരത്തിലുള്ള ഒരു എംപുരാൻ ചിത്രം വേണമെന്നുള്ളത് മറ്റൊരു കാര്യം. എന്നിരുന്നാൽ പോലും ഗത്ത് ഈസ് ഓൾവേസ് പോകുന്നത് ആ ചിത്രത്തിനാണ്, ലിയോയ്ക്കാണ് എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. അതിനർത്ഥം ഇവിടെ എമ്പുരാനൊന്നും അല്ല എന്നല്ലാതും പറഞ്ഞുകൊണ്ട് ആരും വരരുത്. എൻ്റെ അമ്മോ,
ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ രണ്ടും സിനിമകൾ തമ്മിൽ കമ്പയർ ചെയ്ത് അതിന്റെ ഒരു അവസ്ഥ പറഞ്ഞു എന്നുള്ളതാണ്. ഞാൻ കടിച്ചു തൂങ്ങാൻ നിൽക്കരുത്. എല്ലാവരോടല്ല, ചില ആളുകളുണ്ടല്ലോ അവരോടാണ്. എന്തുണ്ടെങ്കിലും ഒരു കുറ്റം കണ്ടെത്താൻ നിൽക്കണ കുറച്ച്, എനിക്ക് തോന്നുന്നു അത് 2K കിട്ടാണോ ഇനി, അതും കൂടെ എന്റെ നെഞ്ചത്തേക്ക് ഇടുന്നത് 2K കിട്ട്, അതവിടെ നിൽക്കട്ടെ. അപ്പോ അത് അതല്ലാതെ നമുക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ടൈം, അതായത് ഫാൻ ഷോയുടെ ടൈം എപ്പോഴാണെന്നുള്ളതാണ്. കുറെ ആളുകൾ 5 മണി പറയുന്നുണ്ട്, കുറെ ആളുകൾ 7 മണി പറയുന്നുണ്ട്, ഒരുപാട് ആളുകൾ 12 മണി പറയുന്നുണ്ട്. ഇതിൽ ഏതാണ് ഒഫീഷ്യലി വരുന്നത് എന്നുള്ളതിൽ യാതൊരു അപ്ഡേറ്റും വന്നിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നത് 5 മണി, പുലർച്ചെ 5 മണിക്ക് അല്ലെങ്കിൽ രാവിലെ 5 മണിക്ക് ചിത്രം FDFS ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ റൺ ചെയ്യും കേരളത്തിൽ എന്നുള്ളതാണ്. 12 മണി എന്ന് പറഞ്ഞു കേട്ടത് ടൈം മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ പക്ഷെ 12 മണിക്കാണെങ്കിലും ഭയങ്കര എൻജോയ് ചെയ്ത് കാത്തിരിക്കുന്ന സംഭവമായിരുന്നു. കുഴപ്പമില്ല, 5 മണിക്കാണെങ്കിലും കറക്റ്റ് ടൈമിൽ എത്തിയാൽ മതി. 5 മണി കഴിഞ്ഞിട്ട് 6 മണിക്ക് ഇരുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാരണം ചെക്കൊക്കെ ചെയ്ത് കുറെ കാര്യങ്ങളൊക്കെ വന്ന് ക്ലിയർ ചെയ്ത് വരുമ്പോഴേക്ക് വീണ്ടും ലൈസൻസ് പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് അങ്ങനെ ലേറ്റ് ആവാറാണ്. ഇത് കറക്റ്റ് 5 മണിക്ക് തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ സന്തോഷം. അപ്പോൾ 5 മണിയെങ്കിൽ 5 മണി കണ്ടിരിക്കും. നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. താങ്ക് യു.